നമ്മൾ പറയും അള്ളാനെ ഓർത്താ സമാധാനം കിട്ടുന്നു. അത് ദിക്ർ ചെല്ലണോണ്ടതല്ല. എന്തുകൊണ്ടാണ്? ഈ കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണെന്നുള്ളതാണ്. ഈ നിയന്താവിനെ മറക്കുന്നതാണ് സ്ട്രെസ്സിന്റെ കാരണം. നമ്മൾ വിചാരിച്ചാണ് അവിടെ പോയാൽ ശരിയാവും, ഇവിടെ പോയാൽ ശരിയാവും. അള്ളാഹു വിചാരിച്ചാലേ ശരിയാവുള്ളൂ. അള്ളാഹിനോട് പറഞ്ഞാൽ മതി. എന്റെ കാര്യം ഏറ്റവും അറിയുന്നവൻ ആരാണ്? എന്റെ റബ്ബാണ്. അതിന് ഏറ്റവും നല്ല പരിഹാരം അറിയുന്നവരാരാണ്? എന്റെ സഫറിങ്സ് ഏറ്റവും നന്നായി കാണുന്നത് ആരാണ്? എന്റെ റബ്ബാണ്. അതിന് പരിഹാരം അറിയുന്നവൻ ആരാണ്? അള്ളാഹുവാണ്. ആ പരിഹാരം നടപ്പിലാക്കാൻ കഴിയുന്നവൻ ആരാണ്? അത് അള്ളാഹു ഖദീറാണ് അല്ലേ? അങ്ങനത്തെ ഒരു ബോധമാണ് അതാണ് നേരത്തെ പറഞ്ഞ നഫ്സും മുത്മഇന്ന എന്ന് പറഞ്ഞത്. അപ്പോ നല്ല നാളെ മരിച്ചു പോകുമ്പം നല്ല ഫുൾ ആൻജിയോഗ്രാമിൽ ബ്ലോക്ക് ഇല്ലാതെ അല്ലേ, എല്ലാ കൊളസ്ട്രോളും ഒക്കെ നോർമൽ ആയിക്കൊണ്ട് ക്രിയാറ്റിനൊക്കെ നോർമലായിട്ട് മരിച്ച സ്വർഗം കിട്ടുന്നു കൂടി പറഞ്ഞില്ല അല്ലേ? ഖൽബുൻ സലീമുമായ ഒരു ഹൃദയമായിട്ട് നാളെ പടച്ചവനെ കാണണം. അതെന്താണ്? അത് ബിൽ ഖൈറാണോ എന്ന് പറയാണ്. ശുബ്ഹാത്തിൽ നിന്നും ശഹവാത്തിൽ നിന്നും രക്ഷപ്പെട്ട ഹൃദയമാണ് അല്ലേ? എന്താ ശഹവാത്ത് എന്ന് പറഞ്ഞാൽ ദേഹേച്ഛകൾക്ക് അടിമപ്പെടാത്തൊരു ഹൃദയം അല്ലേ? ശുബ്ഹാത്ത് ഉണ്ടാകാത്ത, അള്ളാഹുവിനെയും റസൂലിനെ പറ്റിയുള്ള വിശ്വാസത്തിൽ ഈമാൻ കാര്യത്തിൽ ഒരുപോലെ സംശയം ഉണ്ടാകാത്ത യഖീനുള്ള ഒരാൾ, അതാണ് ഖൽബുൻ സലീം അല്ലേ? നഫ്സുൻ മുത്മഇന്ന, സമാധാനമടഞ്ഞൊരു മനസ്സ്, മനഃശാന്തി അള്ളാഹിനെ പറ്റി കൊടുത്തിട്ട് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് പടച്ചോനാണ്. ആരെന്തും ചെയ്തോട്ടെ, എൻ്റെ റബ്ബ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, എൻ്റെ പടച്ചോനെ എനിക്ക് മാർഗം ഉണ്ടാക്കി തരും. ഈ പരീക്ഷണങ്ങളൊക്കെ എനിക്ക് പോസിറ്റീവായി. അപസ്മാരം പിടിച്ച ഒരു സ്ത്രീ വന്ന് നബിനോട് പറയാണ്, നബിയെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എൻ്റെ അപസ്മാരം ഒന്ന് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പം അള്ളാന്റെ റസൂൽ ചോദിച്ച ചോദ്യം തരങ്ങൾ, ഈ അപസ്മാരം പ്രാർത്ഥിച്ചിട്ട് മാറുകയാണോ വേണ്ടത്, അത് സഹിച്ച് സ്വർഗം കിട്ടുകയാണോ വേണ്ടത്? ഓപ്ഷനെ കൊടുത്തിട്ട് ആ സ്ത്രീ തെരഞ്ഞെടുത്തത് എന്താണ്? സ്വർഗമാണ് തെരഞ്ഞെടുത്തത്. ഇത് സഹിച്ച് അങ്ങനെ ജീവിച്ചാൽ സ്വർഗം കിട്ടുന്ന ആ സ്ത്രീ തെരഞ്ഞെടുത്തത്. പക്ഷെ ഒരു കാര്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അപസ്മാരം ഉണ്ടാവും, എൻ്റെ ഹിജാബ് വെളിപ്പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നാ പറഞ്ഞത്. ആ അപസ്മാരം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ല. സഹോദരങ്ങളെ, എന്താണ്? സ്വർഗമാണ് അപസ്മാരത്തിന്റെ കഷ്ടപ്പാടിനേക്കാൾ വലുത് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണത്. അത് വല്ലാത്തൊരു തിരിച്ചറിവാണ്.